നമസ്കാരം. കൗണ്ടർ പിച്ചിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജന്റീന അൾജീരിയ മത്സരത്തിനെ കുറിച്ചാണ്. 3-0 എന്നുള്ള സ്കോർ ലൈനിൽ അർജന്റീന വിജയിച്ചിരിക്കുകയാണ്. ഹാട്രിക്കുമായിട്ട് ലയണൽ മെസ്സി തന്റെ മാജിക് വീണ്ടും പുറത്തെടുക്കുന്ന കളിയായിരുന്നു ഈ കഴിഞ്ഞത്. ഡയറക്റ്റ്ലി നമുക്ക് മാച്ചിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് അർജന്റീനയുടെ പ്രസ്സിംഗ് ഷേപ്പാണ്. കാരണം ഏറ്റവും കൂടുതൽ ഒരു ആശങ്കയുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ലയണൽ മെസ്സി വരുന്ന ഒരു സ്ട്രക്ചറിൽ എങ്ങനെ പ്രസ് ചെയ്യുന്നുള്ളത്. ഒരു 4-4-2 ഷേപ്പിലിരുന്ന അർജന്റീന മോർ ദാൻ ഹാപ്പിലി അൾജീരിയനെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു പ്ലേ ഔട്ട് ചെയ്യാനായിട്ട്. ഹൈ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം അർജന്റീനയ്ക്ക് ഉണ്ടായതുകൊണ്ടാവാം ഒരു +1 അഡ്വാൻറ്റേജ് ഓഫ് ദ ബാക്ക് അവർ ആഗ്രഹിച്ചിരുന്നു. ഇതിനാൽ തന്നെ വിങ്ങേഴ്സ് എപ്പോഴും ഓപ്പോസിഷൻ ഫുൾ ബാക്സിനെ മാർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇതിന് അൾജീരിയ കൗണ്ടർ ചെയ്ത് എങ്ങനെ അവരും ഈ പറഞ്ഞ സ്ട്രാറ്റജിക്കെതിരെ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. അവരുടെ ഗോൾ കീപ്പറിനെ ഒരുപാട് ബിൽഡപ്പിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് അൾജീരിയ ഇതിനെതിരെ ടാക്ടിക്കലി ഓവർകം ചെയ്തത്. കാരണം ഒരു 3v2 എന്നുള്ള സിറ്റുവേഷൻ ബാക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലയണൽ മെസ്സിക്കെതിരെയും ലൊട്ടാരോ മാർട്ടിനസിനെതിരെയും 2 സെന്റർ ബാക്സ് പ്ലസ് ഒരു ഗോൾ കീപ്പർ വരുന്ന ഒരു ഷേപ്പിലേക്ക് അൾജീരിയ മാറി. ഇതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ അൾജീരിയയ്ക്ക് ഒരുപാട് പൊസിഷനുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അർജന്റീന മോർ ദാൻ ഹാപ്പിലി അൾജീരിയനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ബോൾ കിട്ടിയതിനു ശേഷം ബോൾ കീപ്പ് ചെയ്യാനായിട്ടും അർജന്റീനയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ കൗണ്ടർ അറ്റാക്സിൽ ഒരു ത്രെറ്റ് ആവും എന്നുള്ളൊരു കാര്യം ബോധ്യമുള്ളതിനാലും അവർ ഹാപ്പിലി സിറ്റ് ബാക്ക് ചെയ്യാണ്. അൾജീരിയയെ സംബന്ധിച്ചിട്ട് അവരുടെ 2 സെന്റർ ബാക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നല്ലേ. കാരണം ഈ പറയുന്ന ഫ്രണ്ട് ടൂനെതിരെ വൈഡായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഈ പറയുന്ന ഹാഫ് സ്പേസസ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ സെന്റർ ബാക്സിന് സാധിച്ചിരുന്നു. ഒരുപാട് ബോൾ പ്രോഗ്രഷൻസ് അൾജീരിയയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു, അതായത് സെന്റർ ബാക്സിന്റെ ഭാഗത്ത് നിന്നിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇത്രയും കൺട്രോൾ ഉണ്ട്, സെന്റർ ബാക്സ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു, ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഗോൾ സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ ചാൻസ് ക്രിയേഷനോ നടന്നില്ല എന്നുള്ളത്. അവിടെയാണ് അർജന്റീനിയൻ മിഡ്ഫീൽഡിനെ എടുത്തു പറയേണ്ടത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എന്നല്ലേ അർജന്റീനിയൻ മിഡ്ഫീൽഡ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരുപാട് മിഡ്ഫീൽഡേഴ്സിൻ്റെ റൊട്ടേഷനും മാർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് ഈ പറയുന്ന ത്രെറ്റുകളെല്ലാം ഒഴിവാക്കിയിട്ട് ടേൺ ഓവേഴ്സ് കിട്ടാനും അവിടെ നിന്ന് കൗണ്ടർ അറ്റാക്സിനെ ലീഡ് ചെയ്യാനായിട്ടും ഈ പറയുന്ന മിഡ്ഫീൽഡേഴ്സിന് ഇന്നലെ സാധിച്ചു. ഇത് അൾജീരിയയുടെ ത്രെറ്റ് കുറയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് ഇന്നലെ വഹിച്ചിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ ത്രെറ്റ് മിഡ്ഫീൽഡിലായിരുന്ന മാസയൊക്കെ ഡോട്ട്മൻഡ് പ്ലെയറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് കേട്ടോ. ഇന്നലത്തെ പെർഫോമൻസ് കണ്ടവരിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാസ എന്ന പ്ലെയർ ടേൺ ചെയ്യുമ്പോഴൊക്കെ ഈ പറയുന്ന അൾജീരിയ ഒരു ത്രെറ്റായി മാറുന്നുണ്ടായിരുന്നു. കാരണം എന്താ, ആ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അൾജീരിയയ്ക്ക് ഇൻ ബിഹൈൻഡൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു ഈ പറയുന്ന ഓഫ് സൈഡിൽ അവസാനിച്ചത്. അൾജീരിയ ആദ്യം സ്കോർ ചെയ്തൊരു ഗോൾ ഉണ്ടല്ലോ, അത് ഈ പറയുന്ന മാസ റിസീവ് ചെയ്തിട്ട് ആ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുള്ള ടേൺ നടത്തിയിട്ട് ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും ത്രൂ ഔട്ട് ദ ഗെയിം നോക്കുമ്പോൾ ഈ പറയുന്ന മാസേനൊക്കെ ക്വൈറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് മിഡ്ഫീൽഡിന് സാധിച്ചു. മാൻ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വളരെ ക്ലോസ് ആയിട്ട് മെക്കാലിസ്റ്റർ മാൻ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അപ്പുറത്തെ സോണിലേക്ക് പോവുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും മെക്കാലിസ്റ്ററിന് സാധിച്ചിരുന്നു. ഇവർ രണ്ടുപേരും നല്ലൊരു പാർട്ട്ണർഷിപ്പിൽ മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു എന്നല്ലേ. പ്രത്യേകിച്ച് എൻസോൻ്റെ ഒക്കെ കാര്യം എടുത്ത് പറയുമ്പോൾ ചെൽസിയിൽ നിന്നോട്ടുള്ള പ്ലെയറേ അല്ല എന്നുള്ള രീതിക്ക് ഇന്നലെ അർജന്റീനയ്ക്ക് കളിക്കുമ്പോൾ എനിക്ക് തോന്നി. ഒരുപാട് ബിൽഡപ്പിൽ ഇൻവോൾവ് ആവുന്നു, ഡിഫെൻസീവ്ലി ലീഡ് ചെയ്യുന്നൊരു കേപ്പബിലിറ്റി വരുന്നൊരു പ്ലെയർ ആവുന്നു, ലിങ്ക് ചെയ്യാൻ പറ്റുന്നു, ട്രാൻസിഷനിൽ ഇൻവോൾവ് ആവുന്നു. ചെൽസിയിൽ ഒരിക്കലും മോശമായിട്ടുള്ള പ്ലെയർ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അർജന്റീനയിലേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തോന്നുന്നു. ഇനി അർജന്റീനയുടെ ഷേപ്പിലേക്ക് വരെ ഒരു 4-4 ഷേപ്പിലേക്കാണ് അർജന്റീന പോയിരുന്നത്. ആ ഒരു 4-4 എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലൂയിഡ് ആയിട്ടുള്ള 4-4 ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു സെൻട്രൽ സോണിലൊക്കെ അൽമാഡയ്ക്ക് ഉള്ളിലേക്ക് കടന്നു വരികയും ഫുൾ ബാക്കിന് വൈറ്റ് സ്പേസസ് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അർജന്റീനയുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അൾജീരിയ മിഡ് ബ്ലോക്കിലിരിക്കുമ്പോഴായിരുന്നു. ഒരു മിഡ് ബ്ലോക്കിനെ എങ്ങനെ സെൻട്രൽ ചാനൽസിലൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരായിരുന്നു നമുക്ക് ഇന്നലെ അർജന്റീന. കാരണം അൾജീരിയയുടെ സ്ട്രക്ചറിനകത്ത് ലൈൻസിനുള്ളിൽ സ്പേസസ് ഉണ്ടായിരുന്നു. ഈ സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ പ്രൊഫൈൽസ് ആണ് അർജന്റീനയ്ക്കുള്ളത്. പ്രത്യേകിച്ച് മെസ്സിയൊക്കെ അറിയാം, ഹാഫ് ടൈമിലൊക്കെ മെസ്സി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ ഒരു ത്രെറ്റാണ്. പക്ഷേ ഈ സ്പേസ് എങ്ങനെ ഇവരുണ്ടാക്കുന്നത്? ഇതൊരു 4-4-2 അൾജീരിയനെ പുറത്തേക്ക് മിഡ്ഫീൽഡേഴ്സ് വന്നിട്ട് അതൊരു 4-3-3 ഷേപ്പിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടാം. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പോട്ട്ലൈറ്റ് ഡീപോളിനുള്ളതാണ്. ഇന്നലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഡീപോൾ. പൊസിഷനിലേക്ക് കാഴ്ചവെച്ചിരുന്നു, ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നു. അതിനുപരി ഡീപോൾ എടുത്തിരുന്ന പൊസിഷൻസ് വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്നതായിരുന്നു അൾജീരിയയെ സംബന്ധിച്ചിട്ട്. കാരണം ഈ 4-4-2 അൾജീരിയനെ പുറത്തേക്ക് ഒരു മിഡ്ഫീൽഡർ വന്നിട്ട് പ്ലേസ് ആവുമ്പോൾ പുറത്തുള്ള ഓവർലോഡ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഡ്ഫീൽഡർ ഡ്രാഗ്ഡ് ഔട്ട് ആവും. അങ്ങനെ ഡ്രാഗ്ഡ് ഔട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിലുള്ള 3, അതായത് പിന്നെ ഒരു 4-3-3 ഷേപ്പിലാണല്ലോ വരുന്നത്, ആ ഒരു 3 സ്ട്രെച്ച്ഡ് ആവാൻ തുടങ്ങും.
ഇതോടൊപ്പം തന്നെ സെൻട്രൽ ചാനൽസിൽ വേർട്ടിക്കൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അർജന്റീന ശ്രമിക്കുന്നു. അതായത് ചില കോച്ചസ് ഒക്കെ പറയുന്നത് കേൾക്കാം, വേർട്ടിക്കൽ ആയിട്ടുള്ള സോൺസിൽ 2-3 പ്ലേയേഴ്സ് ഒന്നും ഒരേ ലൈനിൽ വരാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അർജന്റീന വേർട്ടിക്കാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. വേർട്ടിക്കൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്, ഡമ്മി ക്രിയേറ്റ് ചെയ്യാണ്. ആ ഡമ്മി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് അൾജീരിയയുടെ ബ്രേക്ക് ആവുന്നത്. അങ്ങനെയാണ് അർജന്റീനയുടെ ആദ്യത്തെ ഗോൾ വരുന്നത്. അവിടെ ഡീപോളാണ് ഈ പറയുന്ന അസിസ്റ്റ് കൊടുക്കുന്നത്. വേർട്ടിക്കൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യും, ഡമ്മി ക്രിയേറ്റ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് ഉള്ളതിനാൽ അവിടെ റിസീവ് ചെയ്തിട്ട് ബാക്ക് ലൈനെതിരെ ഡ്രൈവ് ചെയ്യുകയാണ് മെസ്സി ചെയ്യുന്നത്. പിന്നീട് എടുക്കുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ടിലൂടെയാണ് അവിടെ ഗോൾ സ്കോർ ചെയ്യുന്നത്. പക്ഷേ അർജന്റീന അത്രയും നേരം ഉദ്ദേശിച്ചിരുന്നൊരു കാര്യം നടപ്പിലാക്കുന്നതിൻ്റെ സക്സസ്ഫുൾ എക്സാമ്പിൾ ആയിരുന്നു ആ ഗോൾ എന്ന് പറയുന്നത്. അതിന് മുന്നേ ഒരുപാട് തവണ അർജന്റീന സെയിം പാറ്റേൺ ശ്രമിച്ചിരുന്നു. ഈ പറയുന്ന പോലെ വേർട്ടിക്കാലിറ്റി അല്ലെങ്കിൽ ഡയഗണൽസ് കൊടുക്കാനായാലും അർജന്റീന ശ്രമിച്ചിരുന്നു ആ സെൻട്രൽ സോണിൽ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ടേൺ ഓവേഴ്സ് ഫസ്റ്റ് ഹാഫിൽ അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയും ചെയ്തു. കളി കാണുന്നവരൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും, എന്തിനാണ് ഇത്രയും ബോറിംഗ് ആയിട്ടുള്ള ഗെയിം വരുന്നത്, എന്തിനാണ് ഇത്ര ട്രാൻസിഷൻസ് വരുന്നത്, എന്തുകൊണ്ടാണ് അർജന്റീന ഇങ്ങനെ ബോൾ ലൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പക്കയായിട്ട് ഈ കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ് മാപ്പും ഹീറ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ആദ്യത്തെ പകുതിയിലെ മോസ്റ്റ് ഓഫ് ദ ടൈമും ഈ ഒരു കാര്യം ഡെൻസ് ആയിട്ട് കിടക്കുന്നത്. ഡീപോളിനെ സംബന്ധിച്ചിട്ട് ബ്ലോക്കിന്റെ പുറത്ത് നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ദൗത്യം. ബ്ലോക്കിന്റെ പുറത്ത് വന്ന് അവിടെ നിന്ന് ലിങ്ക് ചെയ്തിട്ട് ഇൻസൈഡ് ദ ബ്ലോക്ക് പോയി ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ ബ്രേക്ക് ചെയ്യാനായിട്ടും ഡീപോളിനെ കൊണ്ട് സാധിച്ചിരുന്നു ഒരുപാട്. പിന്നീട് അങ്ങോട്ട് സിറ്റ് ബാക്ക് ചെയ്യാനായിട്ട് അർജന്റീന ഓക്കെ ആയിരുന്നു. കൗണ്ടർ അറ്റാക്കിങ്സിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ മിഡിൽ പെനിട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ ആവാൻ തുടങ്ങി. അൾജീരിയ കുറച്ചുകൂടി ഡിഫെൻസീവ്ലി സോളിഡ് ആവാൻ ശ്രമിച്ചു ത്രൂ ദ മിഡിൽ. ഇതിനാൽ തന്നെ അർജന്റീന വൈഡർ ചാനൽസ് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ഹാഫിന് ശേഷം മൊളീനയുടെ ചേഞ്ച് വരുന്നത്. ഈ പറയുന്ന പോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ പോകാനായിട്ട് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വരുന്നത്. അങ്ങനെ വൈഡർ ചാനൽസിൽ നിന്നിട്ടുള്ള കോമ്പിനേഷൻസിൽ നിന്നാണ് അവിടെ തേർഡ് ഗോൾ അർജന്റീനയ്ക്ക് സംഭവിക്കുന്നത്. സെക്കൻഡ് ഗോൾ ഈ പറഞ്ഞ പോലെ കോർണറിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ നിന്നിട്ട് വന്നിട്ടുള്ളായിരുന്നു. ഒരു ലോങ് ഷോട്ട് എടുക്കുന്നു, പിന്നീട് വരുന്ന ഒരു റീബൗണ്ടിലൂടെയാണ് മെസ്സി സ്കോർ ചെയ്യുന്നത്. തേർഡ് ഗോൾ ഈ പറയുന്ന അർജന്റീന ശ്രമിക്കുന്ന കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു. വൈഡർ ചാനൽസിൽ കൂടുതൽ റൊട്ടേഷൻസ് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബോൾ പ്രോഗ്രഷൻ നടക്കുന്നു. ആ ഒരു ട്രാൻസിഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് മെസ്സി തൻ്റെ ഹാട്രിക്ക് തികയ്ക്കുകയാണ്. മെസ്സിയെക്കുറിച്ച് പറയാൻ നിന്നാൽ എനിക്ക് ഈ വീഡിയോ 10 മിനിറ്റോളം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാം, ഈവൻ അതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ എത്രത്തോളം ഞാൻ മെസ്സിയെ പുകഴ്ത്തുമ്പോഴും സന്തോഷിക്കുമ്പോഴും എനിക്കുള്ള ഒരൊറ്റ ആശങ്ക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന മിഡ്ഫീൽഡിൽ ടെക്നിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് വരുന്നൊരു ടീംസിനെതിരെ അർജന്റീന എങ്ങനെ അണിനിരക്കും അല്ലെങ്കിൽ അതിനെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇന്നലത്തെ ഗെയിമിൽ അർജന്റീനനെ പുഷ് ബാക്ക് ചെയ്യാനായിട്ട് അൾജീരിയയ്ക്ക് സാധിച്ചു. അർജന്റീന മോർ ദാൻ ഹാപ്പി ആയിരുന്നു സിറ്റ് ബാക്ക് ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്യാനും. അത് പക്ഷേ സെൻറ്റർ ബാക്സിന് അത്രയും സ്പേസും ടൈമും കൊടുക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ നല്ലൊരു ടെക്നിക്കാലിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ ബിഹൈൻഡ് പേസ് ഉള്ള പ്ലേയേഴ്സ് വൈഡർ ചാനൽസിലും വരുമ്പോൾ അതിനെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ജയിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ വരുന്ന കളികൾ തോൽക്കുന്നോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു സ്ട്രക്ചറിലുള്ള ആശങ്ക, പ്ലെയർ പ്രൊഫൈൽസിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് നല്ല ടീമുകൾക്കെതിരെ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കതിന് കൂടുതൽ ഐഡിയ കിട്ടുക. ബ്രസീലിനും ഈ പറയുന്ന പോലെ സെയിം പ്രശ്നങ്ങൾ അവരുടെ പ്ലെയർ പ്രൊഫൈൽസിലുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സന്തോഷിക്കുമ്പോഴും ടാക്ടിക്കലി ഇങ്ങനെ ഒരു ആശങ്ക എൻ്റെ മനസ്സിൽ അവിടെ എടുക്കുന്നുണ്ട്. കാരണം എന്നല്ലേ മാസേക്ക ടെക്നിക്കലി അവിടെ ടേൺ ചെയ്യുമ്പോൾ മിഡ്ഫീൽഡിൻ്റെ സെക്കൻഡ് ലൈൻ പൊളിയുമ്പോൾ അർജന്റീന എക്സ്പോസ്ഡ് ആയിരുന്നു, പ്രത്യേകിച്ച് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അങ്ങനെയാണ് ആ ഒരു ഓഫ് സൈഡ് വന്നിട്ടുള്ള ഗോളും സംഭവിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും എല്ലാ മുൻനിരയിൽ നിൽക്കുന്ന ടീമുകളും വിജയിച്ച് വരട്ടെ. നല്ലൊരു ക്വാർട്ടർ ഫൈനൽസും സെമി ഫൈനൽസും ഫൈനലും എല്ലാം നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടീംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹം. അപ്പോൾ ഇതായിരുന്നു മാച്ചിൻ്റെ വിശേഷങ്ങൾ, അനാലിസിസ് എൻ്റെ കാഴ്ചയിൽ വന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വേറെയും നടക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണവും ഒരുപാട് ഗെയിംസ് ചെയ്യേണ്ടതുള്ളത് കാരണവും സമയം കിട്ടാത്തതിൻ്റെ കൂടി ഒരു പ്രശ്നമുണ്ട്. ജോലി മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിലൂടെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇനി വരുന്ന വീഡിയോസും ഇതേപോലെ തന്നെ നമുക്ക് കാണാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അനാലിസിസും എല്ലാം ഉൾക്കൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും അടുത്തേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.